സ്കൂൾ കുട്ടികൾ, കൊച്ചുകുട്ടികൾ, കുട്ടികളായിട്ട് ഈ നേത്രരോഗത്തിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കും? സ്കൂൾ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഒക്കുന്നത് കണ്ണിൻ്റെ അകത്ത് അലർജി മൂലം ഉണ്ടാകുന്ന ചെങ്കണ്ണ്, കണ്ണിന്റെ ചുമപ്പ്, രണ്ടാമത് അണുബാധ മൂലം ഉണ്ടാകുന്ന ചെങ്കണ്ണ്, ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അതായത് കണ്ണിൽ പൊടി പോകുന്നത് കുറയ്ക്കുക, കുട്ടിക്ക് എന്തിന്റെ അലർജിയാന്ന് കണ്ടുപിടിക്കാൻ ഒക്കുന്നെങ്കിൽ ഡസ്റ്റാണ്, അല്ലെങ്കിൽ പൂമ്പൊടിയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള പൊടിയാണ്, അരിമാവോ ഗോതമ്പോ പട്ടി പൂച്ച ഇതൊക്കെ ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ അലർജി വരാനുള്ള സാധ്യത കുറയും. പക്ഷെ കണ്ണടകൾ നമുക്ക് നല്ല ആഹാരം കഴിക്കുന്നത് കൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ടോ മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ടോ നമുക്ക് കണ്ണടകൾ നമുക്ക് മാറ്റാൻ ഒക്കില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയെ സ്കൂളിൽ വിടുന്ന സമയത്ത് ഒരു നേത്രവിദഗ്ധനെ കാണിച്ച് കണ്ണിന്റെ കാഴ്ച പരിശോധിച്ച് കണ്ണടകൾ വേണ്ട എന്നുള്ള ഉറപ്പാക്കുക. അത് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല രീതിയിലുള്ള കാഴ്ചയുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ പ്രയാസമൊന്നും പറയുന്നില്ല, ഒരു 10-12 വയസ്സാകുമ്പോൾ പിന്നെ കാണിച്ചാൽ മതിയാവും. അതിൻ്റെ കൂടെ നമ്മൾ ഓരോ കണ്ണായിട്ട് അടച്ച് രണ്ട് കണ്ണിലെയും കാഴ്ച ഒരുപോലെ ആണോ എന്ന് നോക്കാൻ നിർബന്ധമായും പറയണം. ചിലപ്പോൾ ഒരു കണ്ണിൽ മാത്രമാണ് കുട്ടിക്ക് കാഴ്ചയ്ക്ക് മങ്ങലുള്ളതെങ്കിൽ കുട്ടി അത് മനസ്സിലാക്കണമെന്നില്ല. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആകുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ കണ്ണായിട്ട് അടച്ച് രണ്ട് കണ്ണുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പരിശോധിച്ച് രണ്ട് കണ്ണും ഒരേപോലത്തെ കാഴ്ച ഉണ്ടെന്നുള്ള ഉറപ്പാക്കേണ്ട അനിവാര്യമാണ്. അത്രയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് കറക്റ്റുള്ള കണ്ണുകൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ കണ്ണിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇതിന്റെ കൂടെ കുട്ടികളുടെ ഒരു സംശയം ഉള്ളത് ഈ പവർ കൂടി വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ പണ്ടൊക്കെ പ്രത്യേകിച്ചും ചെയ്യാൻ ഒക്കില്ല എന്ന് പറയുമായിരുന്നെങ്കിലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് പുതിയ ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട് കണ്ണിന്റെ പവർ കൂടാതിരിക്കാൻ. ഒന്ന്, നമ്മൾ ഒരുപാട് നേരം അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മൊബൈലോ കമ്പ്യൂട്ടറോ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പവർ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കുട്ടി മൊബൈലോ വായനയോ കാര്യങ്ങളോ ചെയ്താൽ ഒരു 2-3 മിനിറ്റെങ്കിലും കണ്ണിന് വിശ്രമം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിദൂരത്തിൽ നോക്കുന്നത്, ജനൽ കൂടെ വെളിയിലോട്ട് തെങ്ങിലോട്ടോ അല്ലെങ്കിൽ വിദൂരത്തിലുള്ള കാര്യങ്ങളോ നോക്കുന്ന കണ്ണിന്റെ ഈ മസിലിന് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, പവർ കൂടാനുള്ള പ്രവണത കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കാവുന്ന ലോഡോ സട്രോപ്പിൻ എന്നുള്ള തുള്ളി മരുന്നുകളുണ്ട്. ഇത് രാത്രി ഒരു തുള്ളി വീതം കുട്ടിക്ക് ഒരു 7 വയസ്സ് 8 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ ഒഴിക്കുകയാണെങ്കിൽ കുട്ടിയുടെ പവർ കൂടാനുള്ള പ്രവണത അത്രത്തോളം ഇല്ലാതായി കാണുന്നുണ്ട്. പിന്നെയും ഇപ്പോൾ ഒരു മാർഗമുള്ളത് കണ്ണടകളിൽ തന്നെ അതിൻ്റെ അകത്തുള്ള ക്രമീകരണങ്ങൾ വഴി പവർ കൂടാനുള്ള സാധ്യത കുറയ്ക്കുന്ന ഒരുപാട് ലെൻസുകൾ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ, ഇപ്പോൾ ഹോയ, സൈസ, എസ്ല, ഈ എല്ലാ നല്ല കമ്പനികളും തന്നെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ട ലെൻസുകളാണ് ഈ മയോപ്പിയ പ്രിവെൻഷൻ ലെൻസുകൾ എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് സൈറ്റ് കൂടുന്നത് ഒരു പരിധി വരെയെങ്കിലും തടയുന്ന ലെൻസുകൾക്കാണ് മയോപ്പിയ പ്രിവെൻഷൻ ലെൻസസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ പവർ കൂടുന്നത് നമുക്കൊരു പരിധി വരെയെങ്കിലും നമുക്കത് തടയാൻ സാധിക്കും. ഈ നേത്രരോഗങ്ങൾ കുട്ടികളിൽ അധികം വളരാതിരിക്കാൻ ഇപ്പം നമ്മുടെ കുട്ടിക്ക് ചെങ്കണ്ണ് അതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ ഒക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, മൂന്നിൻ്റെ അടുത്ത് കഴിവതും കൈവച്ച് കണ്ണിൽ തൊടാതിരിക്കാൻ പറയാം. പ്രത്യേകിച്ച് സ്കൂളിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ചെങ്കണ്ണുണ്ടെങ്കിൽ കൈവച്ച് കണ്ണിൽ തൊടാതിരിക്കാൻ പറയാം. കണ്ണിൽ എന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ കൈ ആദ്യം സോപ്പ് വെച്ച് കഴുകി കൈ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം മൂത്ത് വെള്ളം ഒഴിച്ച് കണ്ണ് കഴുകുന്നത് നല്ലതാണ്. അതിലെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നേത്രവിദഗ്ധനെ കാണിച്ച് അതിന്റെ പവറുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അലർജിയുള്ള കുട്ടിയാണെങ്കിൽ നിർബന്ധമായി നേത്രവിദഗ്ധനെ കാണിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ചിലർക്കെങ്കിലും ഒരു ഭയമുണ്ട്, നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്റ്റീറോയിഡ് അധികം നാൾ ഉപയോഗിച്ച കണ്ണി പ്രഷർ, തിമിര, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത്. ഒരു നേത്ര വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്ത് ഇതുപോലത്തുള്ള പ്രയാസങ്ങളൊന്നും വരില്ല. ചിലപ്പോൾ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ 1-2 ആഴ്ചയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ സ്റ്റീറോയിഡ് പോലത്തുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷം നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല മരുന്നുകളുണ്ട്, നമുക്ക് അത് വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. നമ്മൾ അലർജി ഉള്ളൊരു കുട്ടിയാണെങ്കിൽ അക്യൂട്ടായിട്ട് അസുഖം മൂർച്ഛിക്കുന്ന സമയത്ത് കുറച്ച് വീര്യം കൂടിയ മരുന്നുകളും അത് കഴിഞ്ഞിട്ട് ഈ അലർജി വരാതിരിക്കാനുള്ള മരുന്നുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും, ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ പിന്നെ ഒരു അലർജി കൂടി വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ചുകൂടെ നല്ല മരുന്ന് അല്ലെങ്കിൽ വീര്യം കൂടിയ മരുന്ന് നമുക്ക് മാറ്റാം. അപ്പൊ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, കുട്ടി ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ചികിത്സ അതുപോലത്തെ കാലൊക്കെ നോക്കിയിട്ട് അസുഖം അങ്ങ് മാറുന്നു. അപ്പോൾ ആ ചികിത്സ വിജയിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും വരാറുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് സാധാരണ അലർജിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു 13-14 വയസ്സാകുമ്പോൾ സാധാരണഗതിയിൽ ഈ അലർജിയുടെ ടെൻഡൻസി തന്നെത്താൻ കുറഞ്ഞ്, നമ്മൾ പണ്ടൊക്കെ ബാലാരിഷ്ട നമ്മൾ പറയുമായിരുന്ന പോലെ തന്നെ
അപ്പോൾ നമ്മൾ ആ ഒരു 10-13 വയസ്സ് വരെ കുട്ടിയെ നല്ലോണം ശ്രദ്ധിച്ച് അലർജി ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടി വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അലർജി ടെൻഡൻസി കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. നമ്മൾ വേനൽക്കാലത്ത് കടും ചൂടുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജനറലായിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കുക, ഉച്ച സമയത്തുള്ള വെയിൽ കഴിവതും കൊള്ളാതിരിക്കുക. അതിന്റെ കൂടെ ഒരു തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഡയറക്റ്റായിട്ട് മുഖത്തോട്ട് അടിച്ചും കണ്ണിലോട്ട് അടിച്ചും കണ്ണിന് ഡ്രൈനെസ്, വരൾച്ച ഉണ്ടാകുന്നു, തിമിരം വരാനുള്ള പ്രവണത കുറയും. അപ്പൊ നമുക്കൊക്കെ ഒരു മടിയാണ് തൊപ്പി വെക്കാനായിട്ട് അല്ലെങ്കിൽ കുട പിടിക്കാനായിട്ട്. പക്ഷെ അത് വെക്കുന്നത് ചെറിയൊരു ബേസ്ബോൾ ക്യാപ്പ് ആണെങ്കിലും അല്ല ഫുൾ ബ്രിമുള്ള ഹാറ്റ് ആണെങ്കിലും വെക്കുന്നത് നല്ലതാണ്. അതിന്റെ കൂടെ നിർബന്ധമായും വെയിലത്ത് പോകുന്ന സമയത്ത് ഒരു സൺഗ്ലാസ് വെക്കുന്നത് നല്ലതാണ്. സൺഗ്ലാസിൻ്റെ അഡ്വാൻറ്റേജ് അത് UV ഫിൽട്ടറുള്ള ലെൻസ് ആയതുകൊണ്ട് ഈ ഹാംഫുൾ ആയിട്ടുള്ള കണ്ണിന് ദോഷമുണ്ടാക്കുന്ന തിമിരവും കണ്ട നാഡികൾക്ക് ഏജിങ് പോലത്തുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്ന UV ലൈറ്റ് അതിനെ കട്ട് ചെയ്യാനായിട്ട് വെക്കും. അമിതമായ ലൈറ്റ് കണ്ണോട്ട് കടന്ന് കണ്ണുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ കണ്ണടകൾ വെക്കുക, പ്രത്യേകിച്ച് ഒക്കുമെങ്കിൽ ഒരു സൺഗ്ലാസ് തന്നെ വെക്കുക, തൊപ്പി വെക്കുന്നത് നല്ലതാണ്, ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഫേസിൽ നമ്മൾ സൺസ്ക്രീൻ, അത് മിക്ക പെൺകുട്ടികൾ ഇടുന്നുണ്ട്, ആൺകുട്ടികളും സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ് മുഖത്തുള്ള ചർമ്മത്തിന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട്. ഫുൾ സ്ലീവ് ഷർട്ട് ഇടുക, നമ്മുടെ ദേഹത്ത് വെയിൽ കഴിവതും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട്. ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ഹെൽമെറ്റിന്റെ കൂടെ ഒരു കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ വൈസർ പൊക്കി വെച്ച് വണ്ടി ഓടിക്കരുത്. ഒരുപാട് പൊടിപടലം ഉള്ള സമയത്ത് കണ്ണിൽ പൊടി പൊക്കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രയാസങ്ങളിലോട്ടും ബുദ്ധിമുട്ടോട്ടും പോകുന്നുള്ളത് കൊണ്ട് ഹെൽമെറ്റ് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അത് വൈസർ താത്ത് വെക്കുമോ ഒരു കണ്ണടകൾ വെച്ചോ വണ്ടി ഓടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാത്രി ആയാലും നമുക്ക് ഒരുപാട് വിയർക്കും ഒക്കെ ഉള്ള ക്ഷീണം ഒരുപാട് കൂടുതലായിരിക്കും. രാത്രി 8 മണിക്കൂർ ഉറങ്ങാനും ഈ ഒരു വേനൽ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ സെൻസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ണുകളാണ്, കാഴ്ചയാണെന്ന് പറയുമെങ്കിലും നമ്മൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഒക്കുന്നത് നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്? ആദ്യമേ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് നമ്മൾ ക്രമത്തിനനുസരിച്ച് കണ്ണുകളുടെ പരിശോധന നടത്തുക. അതായത് കാഴ്ച മങ്ങുമ്പോഴല്ല ഒരു നേത്ര പരിശോധന നടത്തേണ്ടത്. കുട്ടികളാണെങ്കിൽ ഒരു 5 വയസ്സിൽ നേത്രവിദഗ്ധരെ കാണിച്ച് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് 2 കണ്ണ് ഒരുപോലത്തെ കാഴ്ചയുണ്ട്, കണ്ണടകൾ ആവശ്യമില്ല എന്നുള്ള ഉറപ്പാക്കുക. അത് കഴിഞ്ഞൊരു 10-15 വയസ്സാകുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ ഒന്ന് നേത്രവിദഗ്ധനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം കുട്ടി പൊക്കം വെക്കുന്ന സമയത്ത് കണ്ണിൽ ഷോർട്ട് സൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളെഴുത്തിന്റെ പ്രായമാകുമ്പോൾ വായനയ്ക്ക് അകലത്തി പിടിച്ച് വെക്കേണ്ട സമയത്ത് കണ്ണടക്കടയിൽ കണ്ണടകൾ വാങ്ങിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു നേത്രവിദഗ്ധനെ കാണിച്ച് കണ്ടാത്ത പ്രഷറും നാഡികളും ഒന്ന് പരിശോധിച്ച് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കുക. അത് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കൽ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തുക. 60 വയസ്സ് കഴിഞ്ഞാൽ വർഷാവർഷവും. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ കാഴ്ചക്കുറവിനും മങ്ങലിനും അന്ധതയ്ക്കുള്ള ഒരു പ്രധാന കാരണം ഡയബറ്റിസ് ആയതുകൊണ്ട് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും നല്ല കാഴ്ച ഉള്ളവർ പോലും വർഷാവർഷം ഒരു നേത്രവിദഗ്ധനെ കണ്ട് അതൊരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തേണ്ടത്